ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു വർക്കിന് പോവുകയാണ്. ഞാനുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ വർക്കിന് 30 കിലോമീറ്റർ ഉണ്ട്. 8 മണിയായി. 8:30 വർക്കിന് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ 8:30 ഇറങ്ങുമല്ലടാ. കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. വർക്കിന് വന്നിട്ട് ഇറങ്ങി നേരെ പമ്പിൽ പോകണം. പമ്പിൽ നിന്ന് എണ്ണ അടിക്കണം. നേരെ പെരുമാറിയാണ് വർക്കെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമുക്ക് പമ്പിലോട്ട് പോകാം. ഓക്കെ, 100 രൂപയ്ക്ക് എണ്ണ എന്തോ. ഗൈസ്, എണ്ണ അടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് എത്തണം. അതാണ് എനിക്ക് 8:30 എന്താ പറഞ്ഞിരുന്നത്. 15 കിലോമീറ്ററൂടെ സമയം ഇപ്പോൾ 9. സമയത്തെത്തിയ എക്സ്ട്രാ ഇല്ല. ഈ പട്ടി ഉറുക്കെടുത്ത് ചാടി മാമ വീട് പട്ടിയെടുത്ത് കൂട്ടി അടിയാണ്. നമ്മളെ വീട് ആരൊക്കെ വിളിക്കണ്ട. കടപ്പുറത്തിന്റെ സൈഡിൽ കൂടെയാണ്. കടപ്പുറ ഏരിയയാണ്. ക്രിസ്ത്യൻസിന്റെ വർക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഒരു 4.8 കിലോമീറ്റർ കൂടെ. എന്തായാലും ഒന്നുകിൽ പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലായിരിക്കും. എനിക്ക് തോന്നുന്നത് പള്ളിയിൽ തന്നെ. പള്ളിയിലാണെങ്കിൽ വിളിക്കാൻ മനസ്സിലായിരിക്കും. കാരണം നമ്മൾ കൊണ്ടുവരുന്ന വർക്കൊന്നും അല്ല, വേറെ ടീമിൻ്റെ വർക്ക്. കടലൊക്കെ ഉണ്ടാക്കി രാവിലെ മീൻ വയ്ക്കാൻ പോണം അമ്മ. ഇവിടെ വന്ന ഫ്രഷ് മീൻ, നല്ല മരുന്നടിക്കാത്ത മീനുകൾ. അവിടെ നിന്ന് ചൂണ്ടുകൾ കാണാൻ. ഇതാണ് അപ്പം നമ്മളെ വർക്കിങ്ങിൻ്റെ സ്ഥലം. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ചിത്തൊളി കേട്ടാൽ മതി. എന്ത് സ്ഥലം മാറിയാ ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെ തന്നെ കേട്ടോ. അതുകൊണ്ട് നേരത്തെ വർക്കിൻ്റെ നോക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഇത് പള്ളിയിലായിരുന്നു പരിപാടിയൊന്നും. പക്ഷെ ഇതിന്റെ പിറകിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ഈ അടിച്ചെടുത്ത് തരാൻ, പക്ഷെ ചെറുതാണ്. കുറച്ചാളുകളെ വരുവുള്ളൂ പ്രതീക്ഷിക്കുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കാണാൻ പറ്റും. മാമാര് നല്ല ഇളക്കിളക്കണുണ്ട് അവിടെ. ഉച്ചക്കത്തുള്ള ബിരിയാണി ദമ്മ് പൊട്ടട്ടെ. കയറി വാ. ഇതാണ് നമ്മളെ വർക്ക് വെച്ച് തന്ന പയ്യെ അച്ചു. നല്ല പ്ലേറ്റൊക്കെ കുറെ തുടച്ചു, കുറെ കൊണ്ടുപോയി. 2 പള്ളിയിൽ വെച്ചൊക്കെ വന്നു. ഫ്രണ്ടിന് ചെറുക്കനുള്ള ടേബിൾ ഒരുക്കുകയാണ്. ഫാമിലി കഴിക്കാറായി. അച്ചു എന്താടാ ചവയ്ക്കണ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കുറച്ച് മിനിറ്റ് ഒന്നെടുത്ത് തിന്നാളിയാ. പരിപാടിയൊക്കെ തീരാറായി. ഫാമിലി കഴിക്കായിരുന്നു. നമുക്ക് കഴിക്കണം. ഫുഡുണ്ടോ എന്തോ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിച്ച് വെച്ച് കഴിക്കേണ്ടി വരും. ഓക്കെ, ഇഷ്ടപ്പെടുന്ന നമ്മൾ വഴി ചൂസ് ഇവിടെ ഇരിക്കും. ടേബിളിൽ നിന്ന് അടിച്ച് നമ്മളിവിടെ വന്നു. ചിക്കൻ ഫ്രൈ
3-4 മണിക്കൂർ പണിയെടുക്കാം. ഫുഡും കിട്ടും, ഇത് ഞാൻ പൈസ കിട്ടുമ്പോൾ സുഖം. പിന്നെ പരിപാടിയും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര വെയിലാണ് ഗൈസ്. അത് ചെറുക്കൻ വെള്ളം എടുത്തോണ്ട് പറയുന്നത് ബ്ലൂ ലൈൻ വെയിലാണ്. പോകുന്നൊരു ചത്തു അതുകൊണ്ട് ഈ വണ്ടിയുടെ നേരെ പോവുകയാണ്. ഇത്ര ഉള്ളു, ഒരു വർക്ക് കഴിഞ്ഞു. വെള്ളം വണ്ടിക്കകത്ത് ഇച്ചിരി അടിക്കുക. അപ്പം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. നേരെ വീട്ടിലോട്ട്. പോവാം വണ്ടിയെ പോടേ. അടുത്ത വർക്കിൽ കാണാം. നമ്മൾ വന്ന വഴി തിരിച്ചു പോവുകയാണ്. അവിടെയാണ് കടലും കായലും ഒന്നിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുള്ള സ്ഥലം. കടലേ ഇവിടെ കായൽ. അതുകൊണ്ട് ഇവിടെ കുറെ വീടൊക്കെ വെള്ളം കയറി പിടിഞ്ഞങ്ങണ്ടൊക്കെ പോയി. എന്നിട്ട് വഴിയിൽ കരിവാടൊക്കെ കിട്ടുന്നുണ്ട്. കരിവാട് അവിടെ എന്തിനാണ് പറയുന്നത്? ഇവിടെ കരിവാടെന്നാണ് ഉറപ്പുമീൻ. കുമ്പം വെള്ളം ഇങ്ങനെ കിടക്കും. കുമ്പം വെള്ളം ഇവിടെ ഒരെണ്ണം മുങ്ങി കിടക്കണം. വെള്ളം അന്നേരം രണ്ട് എല്ലാം മുങ്ങിയാണ്. നമ്മൾ വഴിയെത്തി. ഇവിടെ എന്നെ എവിടേക്ക് എവിടെ പോകാൻ എനിക്കറിയാം. അടിവായി ഇവിടെ തോന്നുന്നു. പയ്യെ നമുക്ക് പയ്യെ ഇറക്കണം, അല്ലെങ്കിൽ തിന്ന ടൈം ഉൾപ്പെടെ പുറത്ത് വരും. അടിച്ച് കയറ്റി വെച്ചേക്കും. ഇവൻ എന്നിട്ട് ഞാൻ വഴി അറിയാമെന്ന് ചോദിച്ചു. പിന്നെ എവിടെയാണ് കൊണ്ട് നിർത്തിയേക്കണ ഇവിടെ നേടുന്നുണ്ടല്ലോ തെല്ലച്ചി. മഞ്ഞ തൊപ്പി വെച്ചാൽ എറണക്കേടാണ്. ഇവിടെ നമ്മൾ 2 പയ്യന്മാരെ മുണ്ടിയൊക്കെ പിടിച്ച് അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വഴിയെ പോണ വള്ളികളെല്ലാം പിടിക്കുകയാണ്. അപ്പൊ നമ്മളാണ് വേറൊരു പയ്യന്റെ ഇല്ല, മഞ്ഞ തൊപ്പി വെച്ച അവന്റെ തന്നെ ഇതുണ്ട്, ഒരു പാക്കേജ്. അവന്മാർ വണ്ടിയുണ്ട് പ്ലാറ്റിനം. അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. അവന്മാർക്ക് ടോപ്പ് ലൈറ്റ് വയ്ക്കണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ഗൈസ്. വേറെ പരിപാടിയൊന്നുമില്ല. പട്ടിക്കുട്ടികൾ ഗൈസ്. അപ്പൊ ഇതാണ് ചെറുക്കന്മാരെ വണ്ടി. പുതിയ വണ്ടിയാണല്ലോ പയ്യന്മാരെ വണ്ടി. ദിനു സ്മോക്ക് എല്ലാം ഉണ്ട്. ദേശറൊക്കെ വിഷയമാണ്, ഒരു രക്ഷയില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് അവരുടെ ബസ്. ഇപ്പോൾ എന്തെങ്കിലും ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഇട്ടേക്കാം. എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യണം. ചെറുക്കന്മാരെ പുതിയ ബസ്സാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കില്ല കേട്ടോ. ഓക്കെ. Comedy, it's so big.